ഹലോ, ഇന്നൊരു അടിപൊളി തേനെല്ലിക്ക ഉണ്ടാക്കിയാലോ? ഒരു 400 ഗ്രാം നെല്ലിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് വെക്കാം. ആവശ്യത്തിന് വെള്ളം നിറച്ച ഇഡ്ഡലി ചെമ്പ് സ്റ്റൗ ഓണാക്കി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് എടുത്തു വെച്ചേക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്നു നോക്കാം. ദേ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലെ കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു പാത്രത്തിലേക്ക് 400 ഗ്രാമോളം പനം കർക്കണ്ടും ഒരു ചെറിയ പീസ് ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ പുറത്തായി ഇങ്ങനെ നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പനം കർക്കണ്ടൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി ഇവിടെ ഒന്ന് മിക്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 30, 35, 40 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ തേനെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് ഉണ്ടാക്കുന്ന ദിവസം ഒന്ന് ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ വഴി കാണുന്നത്. ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇങ്ങനെയുള്ള ഈസി പീസി റെസിപ്പീസിനായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്